ഹമാസും ഇസ്രായേലും ഉൾപ്പെടെ ഉള്ള ഒരു അനുരഞ്ജനത്തിന് നീക്കം നടക്കുന്നു. മറുഭാഗത്ത് ഇറാനുമായി നീക്കം നടക്കുന്നതിനിടയിൽ ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രസ്താവന എത്തിയിരിക്കുന്നു. അതായത് ഈ അനുരഞ്ജനങ്ങൾ എല്ലാം തങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ്. അതിന് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു ഭാഗത്ത് ഈജിപ്തും അമേരിക്കയും ഖത്തറുമെല്ലാം അനുരഞ്ജനത്തിന് ഇറാനുമായി ചർച്ചകൾ മുൻപോട്ട് കൊണ്ടുവന്നു. മറുഭാഗത്ത് അതേസമയം തന്നെ ബ്രിട്ടനും ജർമ്മനിയും ഫ്രഞ്ചും അമേരിക്കയും എല്ലാം അവരുടെ പടക്കപ്പലുകൾ അടക്കം ആ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് യുദ്ധകാഹളം മുഴക്കുക, വെല്ലുവിളി നടത്തുക ചെയ്യുന്നു. ഇത് ശരിയാകില്ല എന്നാണ് അവരുടെ പ്രസിഡന്റ്, അതായത് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ആക്രമണത്തോട് പ്രതികരിക്കാൻ തൻ്റെ രാജ്യത്തിന് ബാധ്യതയുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറച്ചുകൂടി പ്രസ്താവനയ്ക്ക് ഒരു ക്ലാരിറ്റി നൽകിക്കൊണ്ട് പറയുന്നത്, രാഷ്ട്രീയ യുക്തിക്ക് നിരക്കുന്ന പണിയല്ല ഇപ്പോൾ നടക്കുന്നത്. ഒരു ഭാഗത്ത് അനുരഞ്ജന ചർച്ചയും അതേസമയം അതേ മറുഭാഗത്ത് യുദ്ധനീക്കവും നടത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല, തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമായി തന്നെ ഇറാൻ പറയുന്ന ഒരു സാഹചര്യം. ഇതിന് മറുപടിയായി ഇസ്രായേൽ പറയുന്നത്, തങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാൻ്റെ മണ്ണിൽ വലിയ പ്രത്യാക്രമണം തന്നെ നടത്തുമെന്ന് ഇസ്രായേലും പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി തന്നെ ഈ വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചയുടെ ഗതി എന്താകുമെന്നോ ഇല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അനുരഞ്ജനത്തിൻ്റെ ഗതി എന്താകുമെന്നോ ആർക്കും ഒരു നിശ്ചയമില്ല. ഏതു സമയം ഒരു തിരിച്ചടി ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ജനങ്ങൾക്ക് അവർ നിർദ്ദേശവും മറ്റും നൽകി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ പ്രസിഡന്റ് പറയുന്നു. അതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം വളരെ ക്ലിയറായി തന്നെ പറയുന്നു, തങ്ങളുടെ ഈ അനുരഞ്ജന നീക്കം തങ്ങൾക്ക് സ്വീകാര്യമല്ല, തങ്ങളതിനെ തള്ളിക്കളയുന്നു എന്നാണ് പറയുന്നത്. അതായത് അടിയും തിരിച്ചടിയും ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.